നമുക്കെല്ലാം നാട്ടിൽ വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊരു കൈത്താങ്ങ് നൽകുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് PM സ്വാനിധി. ഇപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. കൂടുതൽ ആളുകളിലേക്ക് സഹായം എത്തിക്കാനായി കൂടുതൽ ആനുകൂല്യങ്ങളോടെ ഈ പദ്ധതി വിപുലീകരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ആ പുതിയ മാറ്റങ്ങൾ? ആർക്കൊക്കെയാണ് ഇതിന്റെ പ്രയോജനം കിട്ടുക? നമുക്ക് വിശദമായി നോക്കാം. വഴിയോര കച്ചവടക്കാർക്ക് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി കുറഞ്ഞ പലിശയിൽ വായ്പ നൽകുന്ന ഒരു പദ്ധതിയാണിത്. കൊറോണ കാലത്ത് കച്ചവടം നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയവരെ സഹായിക്കാനായി 2020 ജൂൺ 1 ഇത് തുടങ്ങിയത്. പണം നൽകുന്നതിനപ്പുറം വഴിയോര കച്ചവടക്കാർക്ക് സമൂഹത്തിൽ ഒരു അംഗീകാരവും അന്തസ്സും നൽകുക എന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതി 2024 ഡിസംബറിൽ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ 2030 മാർച്ച് 31 വരെ നീട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ ആളുകൾക്ക് ഇതിന്റെ ഭാഗമാകും. ഏകദേശം 1,15,00,000 പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. അതിൽ 50 ലക്ഷം പേർ പുതിയ അപേക്ഷകരായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ലോണായി കിട്ടുന്ന തുകയിലും വർധനവ് വരുത്തിയിട്ടുണ്ട് എന്നതാണ്. ആദ്യമായി കിട്ടുന്ന ലോൺ 10,000 രൂപയിൽ നിന്ന് 15,000 രൂപയായി ഉയർത്തി. രണ്ടാമത്തെ ലോൺ 20,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി. മൂന്നാമത്തെ ലോൺ പഴയതുപോലെ 50,000 രൂപയായി തുടരും. പണം മാത്രമല്ല, മറ്റു ചില പുതിയ സൗകര്യങ്ങളും കച്ചവടക്കാർക്ക് ലഭിക്കും. ഒന്നാമതായി, രണ്ടാമത്തെ ലോൺ കൃത്യമായി തിരിച്ചടച്ചാൽ UPI ബന്ധിപ്പിച്ച് ഒരു റൂപേ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. ഇതുവഴി പെട്ടെന്ന് പണം ആവശ്യമായി വന്നാൽ ഉപയോഗിക്കാം. രണ്ടാമതായി, ഡിജിറ്റലായി പണം സ്വീകരിക്കുന്നവർക്ക് ഒരു വർഷം 1,600 രൂപ വരെ ക്യാഷ് ബാക്ക് ആയി തിരികെ ലഭിക്കും. തുടക്കത്തിൽ നഗരങ്ങളിൽ മാത്രമായിരുന്ന ഈ പദ്ധതി ഇനി ഗ്രാമങ്ങളിലേക്കും ചെറിയ പട്ടണങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം കിട്ടും. ലോൺ നൽകുന്നതിനോടൊപ്പം കച്ചവടം മെച്ചപ്പെടുത്താനുള്ള പരിശീലനവും നൽകുന്നുണ്ട്. ബിസിനസ് എങ്ങനെ നോക്കി നടത്താം, പണം എങ്ങനെ കൈകാര്യം ചെയ്യാം, ഡിജിറ്റൽ ഇടപാടുകൾ എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ചെല്ലാം പരിശീലനം ലഭിക്കും. വഴിയോരത്ത് ഭക്ഷണം വിൽക്കുന്നവർക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ചേർന്ന് വൃത്തിയെയും സുരക്ഷയെയും പറ്റി പ്രത്യേക പരിശീലനവും നൽകും. ഇതുമാത്രമല്ല, സ്വാനിധി സേ സമൃദ്ധി എന്ന പേരിൽ എല്ലാ മാസവും പ്രത്യേക മേളകൾ സംഘടിപ്പിക്കും. ഇതിലൂടെ കച്ചവടക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഗവൺമെന്റിന്റെ മറ്റു ക്ഷേമ പദ്ധതികളിൽ ചേരാനും അവസരമുണ്ടാകും. തീർച്ചയായും കണക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇതുവരെ 68 ലക്ഷം വഴിയോര കച്ചവടക്കാർക്ക് ഈ പദ്ധതിയിലൂടെ സഹായം ലഭിച്ചു. ഡിജിറ്റൽ ഇടപാടുകൾ നടത്തിയതിലൂടെ 241 കോടി രൂപയാണ് അവർക്ക് ക്യാഷ് ബാക്ക് ആയി കിട്ടിയത്. ഈ പദ്ധതിയുടെ വിജയത്തിന് പ്രധാനമന്ത്രിയുടെ അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, വഴിയോര കച്ചവടക്കാർക്ക് എളുപ്പത്തിൽ ലോൺ നൽകി, ഡിജിറ്റൽ സൗകര്യങ്ങൾ പരിചയപ്പെടുത്തി, ആവശ്യമായ പരിശീലനം നൽകി അവരെ സ്വയം പര്യാപ്തരാക്കാൻ സഹായിക്കുന്ന മികച്ച ഒരു പദ്ധതിയാണിത്. ഈ പുതിയ മാറ്റങ്ങളോടെ കൂടുതൽ പേരുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ PM സ്വാനിധി പദ്ധതിക്ക് സാധിക്കും. ഈ പദ്ധതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.